ഞാൻ വേഗം ആസിഫിലേക്ക് പോവുകയാണ്. ആസിഫിന് എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ആസിഫ് പറയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ദുരന്തഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ധൃതി പിടിച്ചുള്ള തെരച്ചിലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇന്നലെ നമ്മൾ തെരച്ചിൽ നടത്തിയ പ്രദേശത്ത് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുകയാണ്. ഇനി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഡോഗ് സ്ക്വാഡാണ് ഇനി സ്പോട്ടുകൾ കൃത്യമായി നമുക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിക്കാനുള്ള സ്പോട്ടുകൾ ഈ ഒരു ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും. അതിന് പിന്നാലെയാണ് ഇനി നമുക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ സാധ്യമാവുക. ഇന്നത്തെ നമ്മളുടെ തിരച്ചിലിൽ ഏറ്റവും നിർണായകമാവുക ഈ ഡോഗ് സ്ക്വാഡിൻ്റെ സാന്നിധ്യമാണ്. ഇന്നലെ അടക്കം നമുക്കറിയാം, ഇവിടെ ഇന്നലെ നമ്മൾ നടന്നുപോയ വഴികളിലടക്കം ഇപ്പോൾ കൂടുതൽ ചെളി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ നടപ്പാതകളടക്കം ദുഷ്കരമാകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഉള്ള തെരച്ചിലിലേക്ക് സൈന്യം കടക്കുകയാണ്. ഏറ്റവും സേഫായ തരത്തിൽ ഉള്ള അങ്ങോട്ട് കടക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നലെ നമ്മൾ നടന്നുപോയ വഴികളിലെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ചെളി അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ആ ഒരു തെരച്ചിലിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആ പരിശോധനയുടെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇനി തുടർന്ന് ഉള്ള മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഏത് ഭാഗങ്ങളിൽ ഉപയോഗിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. ഏതായാലും നേവിയുടെ നേതൃത്വത്തിൽ, ആർമിയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യം ഇങ്ങനെ തുടരുകയാണ്. പ്രധാനമായും ഇനി ഇന്നലെ നമ്മൾ കാണിച്ചത് ആ ഒരു മസ്ജിദാണ്. അതായത് ഇവിടെ നിരപ്പായ ഒരു പ്രദേശമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അരുണ, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രദേശക്കാരന് കാണിച്ചാൽ മനസ്സിലാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ നിരപ്പായ ഒരു പ്രദേശം, അതിന് ഇടയിൽ കൂടി ചെറിയ ഒരു അരുവി ഒഴുകുന്ന ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ അതിഭീമാകാരമായ ഗർത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക്, അതായത് അവിടെ നിരപ്പായ ഒരു സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ രണ്ട് മലകളായി ആ ഒരു പ്രദേശം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം വലിയ രീതിയിലാണ് ആ ദുരന്തം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായത്. ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല. കാരണം പൂർണ്ണമായും മൂടൽമഞ്ഞാൽ ആ ഒരു പ്രദേശം മൊത്തം മൂടിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ പോലും പ്രഭവ കേന്ദ്രത്തിലേക്കടക്കം നമുക്ക് സൂം ചെയ്ത് ഒന്ന് കാണിക്കാനില്ല പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ മറുകര പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത്ര ശക്തമായ മൂടൽമഞ്ഞാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു 150-ലധികം വരുന്ന ഒരു നേവിയുടെ സംഘമാണ് ഇപ്പോൾ ഈ ഒരു ആർമിയുടെ സംഘമാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായി ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശപ്രകാരം 2 ഗ്രൂപ്പുകളായി തിരഞ്ഞടക്കമുള്ള തിരച്ചിൽ, അവരുടെ ആ ഒരു പ്രദേശത്തേക്ക് കടന്ന് പോകാൻ പോലും ചില പ്രദേശങ്ങളിലേക്ക് കഴിയുന്നില്ല. കാരണം കാല് വലിയ രീതിയിൽ ചെളിയിലേക്ക് പോകുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ളവർ അവർ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ്. അതായത് ഇപ്പോൾ പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുക 2 തരത്തിലുള്ള തിരച്ചിൽ. ഒന്ന്, നമ്മൾ ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരച്ചിൽ. പിന്നീട് നമ്മുടെ കയ്യിലുള്ള കമ്പിയോ മറ്റ് എന്തെങ്കിലും സംവിധാനം അത് വെച്ച് നമ്മളൊന്ന് പലയിടത്തും ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്. ഏതെങ്കിലും കെട്ടിടം വന്ന് ഇടിഞ്ഞു നിൽക്കുകയും അതിനിടയിൽ ഏതെങ്കിലും ഗ്യാപ്പുകളോ മറ്റോ ഉണ്ടോ, ആ രീതിയിലുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. മറ്റൊന്ന്, അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ സേവനം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന സംഘത്തിനൊപ്പം അവർ ഇല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ആ സേവനം നമ്മൾക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇതിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലെല്ലാം കടന്നു തന്നെയാണ് നമ്മളുടെ ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഈ ഒരു പരിശോധനയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. പലയിടത്തും റോപ്പ് പോലും കെട്ടാൻ കഴിയാത്ത മേഖലയിൽ പോലും നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റോപ്പ് വരെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇനി മണ്ണുമാന്തി യന്ത്രങ്ങൾ നിലവിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. പ്രധാനമായും സ്പോട്ടുകൾ നമ്മൾ ഒന്നുകൂടി റീലൊക്കേറ്റ് ചെയ്ത് അതിലൊരു അനാലിസിസ് നടത്തിയതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇനി നമ്മൾക്ക് ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുള്ള തിരച്ചിൽ പൂർണ്ണമായും നടത്താൻ കഴിയുക. ഞാൻ അരുൺ ഈ ഒരു അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരികയും അതൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത്
തരത്തിലായിരിക്കും അവിടെ ഇനി ഒരു ദുഷ്കരമായ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഭാഗം അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് വീടുകൾ നമുക്ക് കാണാം. ഒരു അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന വീടുകൾ മഞ്ഞിൻ്റെ ഇടയിൽ കൂടി കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഇനിയും ഈ ഇടിഞ്ഞു വന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിൻ്റെ ഭാഗം മുഴുവൻ ഒരു മാറ്റി നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ പൂർണ്ണമായ തോതിൽ അവിടെയുള്ള തിരച്ചിൽ നടത്താൻ കഴിയുക. വലിയ മരങ്ങൾ അടക്കം വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് മാറ്റുന്നത് അപ്പുറത്തേക്ക് ചില മരങ്ങളും മറ്റും നമുക്ക് വലിച്ചു മറ്റും മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ ഡോഗ് സ്ക്വാഡ് ലൊക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹിറ്റാച്ച് കിടക്കുന്ന പ്രദേശമുണ്ടല്ലോ, ഇവിടെ നിന്ന് നമുക്ക് ഇന്നലെ രാത്രിയോടുകൂടി 3 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കാരണം വന്ന ഒരു ഭാഗം മുഴുവൻ അടിച്ചു കയറി അതിൻ്റെ മുഖത്തേക്ക് ആ വീട് മുഴുവൻ നിലത്തേക്ക് തകർന്ന് ഇരുന്ന് പോയിരിക്കുകയാണ്. നമ്മൾ ആദ്യഘട്ടത്തിലേക്ക് അതിൻ്റെ മുകളിൽ കൂടി നടന്നു പോകാൻ പോലും കഴിയുന്ന സാഹചര്യത്തിൽ അത് ഒരു മണ്ണ് മൂടിയ പ്രദേശമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പോലും ഇവിടെ വന്നപ്പോൾ കരുതുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു വീടുണ്ടായിരുന്നു. ഒരു കാറിൻ്റെ 2 ടയറുകൾ കണ്ട ഒരു സാഹചര്യത്തിലാണ് അവിടെ പൂർണ്ണമായ തോതിൽ അത് നമ്മൾ ഈ സംഘമടക്കം ഇലക്കി പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതോടൊപ്പം തന്നെ നാട്ടുകാർ ഇവിടെ എന്തൊക്കെയായിരുന്നു എന്ന് അവർ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നലെ നടന്നത്. ഇന്നും അത് നമുക്ക് പുനരാരംഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആ പ്രദേശം മുഴുവൻ വലിയ രീതിയിൽ നാശപ്പെട്ടു പോയ ഒരു പ്രദേശം. നമുക്ക് ഈ വഴി ഒരു റോഡ് മുന്നോട്ട് പോയിരുന്നു. ആ റോഡ് വഴി നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ കഴിയാത്ത, ഇവിടെ കുറച്ച് കടകളുണ്ടായിരുന്നു എന്നാണ് ഒരു ചേട്ടൻ ഇപ്പോൾ വന്നതിനോട് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ പറഞ്ഞത്. ഈ ഒരു പ്രദേശം മുഴുവൻ കടകളുണ്ടായിരുന്നു. ഇവിടെ ആ കടകൾ അടക്കം നിന്നിരുന്ന പ്രദേശം അത് പൂർണ്ണമായ രീതിയിൽ ഇല്ലാതായിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ച യാതൊരു തരത്തിലും ഉള്ള ഒരു സൂചനകൾ പോലും ഇല്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വാർക്ക കെട്ടിടങ്ങളുടെ കമ്പികൾ മാത്രം തെറിച്ചു പോയിരിക്കുന്നു, മാത്രം അവശേഷിക്കുന്നു. അതിലുണ്ടായിരുന്ന സിമൻറ്റ് അടക്കമുള്ള മിശ്രിതം അത് സഹിതം പൂർണ്ണമായ രീതിയിൽ ഇല്ലാതായി പോയ സാഹചര്യം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ദുരന്തത്തിൽ നമുക്കൊരു ആദ്യഘട്ടത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടാകുകയും കുറച്ച് വീടുകളെ ബാധിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി താഴോട്ട് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ ദുരന്തമുഖത്ത് നിന്ന് അവർ രക്ഷപ്പെടാൻ നോക്കാതെ താഴത്ത് പെട്ടുകിടക്കുന്ന സഹജീവികളെ രക്ഷപ്പെടുത്താനായി അവർ ആ ഘട്ടത്തിൽ താഴേക്ക് ഇറങ്ങിയ സമയത്താണ് കുറേ പേർ ഈ ദുരന്തത്തിൽ പെടുന്നത്. അത്രത്തോളം ഈ ഭീതികരമായ സാഹചര്യത്തിൽ പോലും അവർ ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നലെ ഒരു മാതാവ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പറയുന്നത് കേട്ടതാണ്. ഞങ്ങളെ മുഴുവൻ മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം തൻ്റെ മകൻ ആ ദുരന്തഭൂമിയിലേക്ക് ആ രാത്രിയിൽ ആ പുലർച്ചെ ഇറങ്ങിപ്പോവുകയുണ്ടായി. ആ സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുകയും തൻ്റെ മകനെ നഷ്ടമാവുകയും ചെയ്യുന്നതെന്ന്. അതിന് സമാനമായി നിരവധി ആളുകൾ അത്തരത്തിൽ ഇന്ന് ആ ദുരന്തഭൂമിയിലേക്ക് ആ പുലർച്ചെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ താമസിച്ചിരുന്ന മേഖലയിൽ ആ ദുരന്തം ബാധിച്ചില്ല. അവർ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമാക്കിയതിന് ശേഷം മാതാവ് പറഞ്ഞ മകനെ പോലെയുള്ള നിരവധി ആളുകളാണ് ഇന്നലെ ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ഒരു ആർമി ഓപ്പറേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സാധ്യമാകുന്ന തെരച്ചിലുകളെല്ലാം നടത്തുന്നുണ്ട്. സന്നദ്ധ സേവന സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളടക്കം ഇങ്ങോട്ട് അല്പസമയത്തിനകം തന്നെ കയറി വരും. ഇന്നലെ വളരെ രാത്രി വൈകിയാണ് ഈ നമ്മളുടെ സൈനിക വിഭാഗത്തിനൊപ്പവും നമ്മളുടെ മറ്റ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഒപ്പവും നിന്ന് ഈ സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകർ ഈ ഒരു ദുരന്തഭൂമിയിൽ ചിലവഴിച്ചിട്ട് നമുക്ക് നിരവധി സംഘടനകളെ കാണാം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിഭാഗങ്ങളുണ്ട്, മതസംഘടനകളുടെ യുവജന വിഭാഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഈ പരിശീലനം ലഭിച്ച ഓരോ സംഘടനയ്ക്ക് കീഴിലും ഈ ദുരന്തമുഖങ്ങളിലും മറ്റും നേരിടാൻ പരിശീലനം ലഭിച്ച നിരവധി യുവാക്കൾ സജ്ജമായി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ മുഴുവൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിൻഡായ ആളുകളെ മാത്രം വിട്ടുകൊണ്ട് ദുരന്തഭൂമിയിൽ ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ അവരും പ്രത്യേകമായ ശ്രദ്ധ നൽകി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഓരോ
ദിവസം പിന്നിടുമ്പോഴും നമുക്ക് ഈ രക്ഷാദൗത്യത്തിന് ദുഷ്കരമാകുന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ട് എന്നുള്ള ഒരു വാസ്തവമുണ്ട്. കാരണം ഈ ദുരന്തഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ചില കാറിൻ്റെ അടക്കം എൻജിൻ പാർട്ടുകളും മറ്റും ചിതറിക്കിടക്കുന്നുണ്ട്. ഇന്നലെ പുഴയിൽ നിന്ന് അടക്കം ചില മനുഷ്യ ശരീരങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രം ലഭിക്കുന്നതിലേക്ക് ഈ അതീവ ദുഷ്കരമായ ഒരു ദൗത്യം, ആ ദൗത്യ സംഘത്തിനൊപ്പമാണ് ആസിഫ്. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ വലിയൊരു വനറാണി എസ്റ്റേറ്റിൽ അവിടെ പോയി ഈ ദുഷ്കരമായ പാത മുഴുവൻ ചാണ്ടിക്കേറി മണിക്കൂറുകളോളം നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് കിതച്ചോടെയാണ് ആസിഫ് ആ വിവരങ്ങളൊക്കെ നമുക്ക് നൽകിയത്, പ്രേക്ഷകർക്കായി നൽകിയത്. ഇന്നും അതുപോലെ തന്നെ ഏറ്റവും ദുഷ്കരമായ ഒരു ദൗത്യം ആരംഭിക്കുമ്പോൾ ആ തുടക്കഘട്ടത്തിൽ തന്നെ സൈന്യത്തിനൊപ്പം നടന്ന് കയറി ആ കാഴ്ചകളൊക്കെ നേരിട്ടത് എത്രത്തോളം ഭീതിജനകമാണ് എന്നുള്ള നേർക്കാഴ്ച പ്രേക്ഷകരിലേക്ക് ഞങ്ങളിലേക്കും ഒക്കെ എത്തിക്കുകയാണ് ആസിഫ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരത എന്ന് വെച്ചാൽ, കുറച്ച് നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ആ താഴെ ഒഴുകുന്ന നദിക്ക് സമതലമായിരുന്നു ഈ ഒരു പ്രദേശം എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു വലിയ കുന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീകരം. അപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ആസിഫിലേക്ക് മടങ്ങി വരാം. കാരണം ആസിഫ് ഈ പറഞ്ഞ് ക്ഷീണിക്കുന്ന, അല്ലെങ്കിൽ ഒരു തളർന്നു പോകുന്ന വാക്കുകൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ആസിഫിലേക്ക് മടങ്ങി വരാം. ഈ കാഴ്ചകൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവിടുത്തെ രക്ഷാദൗത്യത്തിൻ്റെ വിവരങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വേണം. ആസിഫിലേക്ക് മടങ്ങി വരാൻ